നടൻ സിദ്ദിഖിനെതിരായ ബലാത്സംഗ കേസിൽ കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന്. സിദ്ദിഖിനെതിരെ പോലീസിന് സാക്ഷിമൊഴികൾ ലഭിച്ചു. പീഡനത്തിന് ശേഷം നടി ചികിത്സ തേടിയതിന്റെ തെളിവുകളാണ് ലഭിച്ചത്. ഹരിമോഹൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഹരി, ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ സിദ്ദിഖിനെതിരായ കുരുക്ക് മുറുകുകയാണ്. എന്തൊക്കെ പുതിയ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്? അമൃത, സിദ്ദിഖിനെതിരായ കുരുക്കൾ മുറുകുകയാണ് എന്നുള്ളത് വാസ്തവമാണ്. കാരണം ഇത്രയും ദിവസത്തെ അന്വേഷണത്തിനിടയിൽ വളരെ നിർണായകമായ ചില തെളിവുകൾ സിദ്ദിഖിനെതിരെ ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. ആ തെളിവുകളിൽ സാക്ഷിമൊഴികൾ ഉൾപ്പെടെ ചില രേഖകൾ വരെ ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ രേഖകൾ എന്ന് പറയുന്നത് നേരത്തെ ഒരു സംശയം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സിദ്ദിഖ് ഈ സംഭവ ദിവസം മസ്കറ്റ് ഹോട്ടലിൽ മുറിയെടുത്തിരുന്നു എന്നുള്ള ഒരു വിവരം നേരത്തെ ലഭിച്ചിരുന്നു. പക്ഷെ അതിന്റെ രേഖകൾ ലഭിക്കാനുള്ള കാലതാമസമാണ് ഇത്രയും ദിവസത്തേക്ക് ഇത് നീണ്ടുപോയത്. പക്ഷെ ഇപ്പോൾ രേഖകൾ ലഭിച്ചിട്ടുണ്ട്. അത് റിക്കവർ ചെയ്തെടുത്തുകൊണ്ട് അന്വേഷണ സംഘത്തിന് അത് കൈമാറിയിട്ടുണ്ട് ഹോട്ടൽ അധികൃതർ എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സംഭവ ദിവസം സിദ്ദിഖ് അവിടെ ഉണ്ടായിരുന്നെന്നും നടി അവിടെ ഒരു സന്ദർശകയായി എത്തിയിരുന്നെന്നും പോലീസ് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ ഇതിന്റെ തീയതിയിൽ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. സിദ്ദിഖ് താമസിച്ച തീയതിയും ഒപ്പം ഈ നടി എത്തിയ തീയതിയും ഉറപ്പിച്ചെങ്കിൽ പോലും സംഭവം നടന്ന അന്നേ ദിവസമാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു. നടിയുടെ പരാതിയിലും ഇതിന്റെ തീയതിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. കാരണം അന്നൊരു തിരുവനന്തപുരത്ത് ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോ നടന്നിരുന്നു. ആ പ്രിവ്യൂ ഷോയിൽ പങ്കെടുത്ത ശേഷമാണ് സിദ്ദിഖിന്റെ മുറിയിലേക്ക് നടി പോയത്. സിദ്ദിഖ് വിളിച്ചത് പ്രകാരം സിനിമയുടെ ചർച്ചയ്ക്ക് പോയത് എന്നുള്ളതാണ് നടിയുടെ പരാതിയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ അന്ന് പ്രിവ്യൂ ഷോ നടന്നെന്നും ആ പ്രിവ്യൂ ഷോയിൽ സിദ്ദിഖും നടിയും നടിയുടെ അമ്മയും പങ്കെടുത്തിരുന്നു എന്നുള്ള സാക്ഷിമൊഴികൾ ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം നടി സിദ്ദിഖിന്റെ ഹോട്ടലിലെ മുറിയിലേക്ക് പോയി എന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. അതിനെ സാധൂകരിക്കുന്ന ചില തെളിവുകളാണ് തിരുവനന്തപുരം മാസ്കോട്ട് ഹോട്ടലിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സംഭവം നടന്നതിന് ശേഷം, ബലാത്സംഗം നടന്നതിന് ശേഷം താൻ ചികിത്സ തേടിയിരുന്നു എന്ന് നടി പറഞ്ഞിരുന്നു. അതിന്റെ തെളിവുകളും ആശുപത്രി രേഖകളടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതായത് ബലാത്സംഗത്തിന് ശേഷം നടി ചികിത്സ തേടിയിട്ടുണ്ട്. അതുകൂടാതെ മാനസിക സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടി ചികിത്സ തേടിയതിന്റെ തെളിവുകളും നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതായത് നിലവിൽ നടി പരാതിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളിലും സാഹചര്യ തെളിവുകളും ഒപ്പം തന്നെ ചില രേഖകളും സാക്ഷിമൊഴികളും അനുകൂലമായി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് അതിവേഗം കടക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. അമൃത.